ഇത്ര നാൾ കൂടെ കൊണ്ട് നടന്നിട്ട് നിനക്കെന്നെ വേണ്ട. അത്ര ഉള്ളൂ അപ്പം. സ്ഥലത്താണ് വന്നേക്കണേ. ഹലോ, ഇവിടെ ആരുമില്ലേ? അച്ചോ, എനിക്കൊന്ന് സംസാരിക്കണം. അച്ചോ, എനിക്കൊന്ന് മനസ്സൊന്ന് സംസാരിച്ചിരുന്ന് മരിക്കണം. അച്ചോ, എനിക്ക് മടുത്തച്ചോ. വാല് തുറക്കേ. അച്ചോ, വാല് തുറക്കച്ചോ. അച്ചോ, അച്ചോ, ഹലോ അച്ചോ, വാല് തുറക്കച്ചോ. അച്ചോ, എത്ര നേരെ ഞാൻ കിടന്ന് വിളിക്കണു. കണ്ടിട്ടാ ഞാൻ പോണുള്ളൂ. അല്ലേലും എനിക്കറിയാം ആരുമില്ല. ഈ രൂപക്കൂഴും എന്നെ കെട്ടിപ്പൊട്ടിരുന്നിട്ട് ആര് കാണാനാ? നിങ്ങളൊക്കെ വലിയ ആൾക്കാർ. ഒരു പ്രശ്നം വരുമ്പോ കേട്ടാ വരാൻ പഠിക്കണം. മനസ്സിലാ? അതാണ് ദൈവം. അപ്പൊ വരില്ല അല്ലേ? അല്ലെങ്കിൽ എനിക്കറിയാൻ വരില്ലാന്ന്. ഇവനായിരുന്നോ? ഇവനെന്താ ഈ സമയത്ത്? ചെറുപ്പം മുതല് മനസ്സിലായോ? ചെറുപ്പം മുതൽ ഞാൻ കേട്ടേക്കണതാ. ദൈവം അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, എവിടെ പ്രത്യക്ഷപ്പെട്ടു, ആരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു? ഒരിക്കലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. എനിക്കറിയാം. എന്റെ മുമ്പിൽ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഞാൻ ഇങ്ങനെ വിശ്വസിക്കും. ഒരു പ്രശ്നം പറയുമ്പോ കേട്ടാ വരാൻ പഠിക്കണം. അതാണ് ദൈവം. ദൈവമേ, ഒന്ന് വന്നൂടെ? അതെ പീറ്ററെ, ഇതൊന്നും നടക്കില്ല കേട്ടോ. അച്ഛനാണെങ്കിൽ വീർപ്പ് നാടകത്തിന്റെ പ്രാക്ടീസിലാ. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറ. അല്ലാതെ ഇവിടെ കിടന്ന് വേളം വെച്ചിട്ട് എന്താ കാര്യം? അല്ല പീറ്ററെ, ഞാൻ അറിയാൻ പാടില്ല എന്ന് ചോദിക്കുക. നിന്റെ പ്രശ്നം എന്താ? നീ എന്താ ഈ സമയത്ത് ഇവിടെ? അല്ല, എനിക്ക് പഴയ അച്ഛനൊന്നും കാണായിരുന്നു. അതിലിപ്പോ എന്താ തെറ്റ്? ഓഹോ, പ്രോബ്ലം? നീ പള്ളിയിലച്ഛനെ കാണാൻ വന്നതാ? ഒരു പള്ളിയിലേക്ക് ഇങ്ങനെയാണോ കയറി വരണ്ടേ? ഇതൊക്കെ നിന്നെ ആരാ പഠിപ്പിച്ചേ? നീ ഇവിടുന്ന് എന്താ കാണിക്കും? അച്ഛനെ ഇന്നിനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ വേളം കേട്ട് അച്ഛനെ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. നാടകക്കാരിയാണല്ലേ? അത് പറ. വെറുതെ വെറുതെ മനുഷ്യൻ പേടിച്ചു പോയി. പക്ഷെ സംഭവം നാടകമൊക്കെ ആണെങ്കിലും കാണാൻ
ഭംഗിയൊക്കെ ഉണ്ട്, മൊത്തത്തിൽ കൊള്ളാം. ശരിക്കും ഓഫ് കോഴ്സ്. പീറ്ററിന് എന്നെ കണ്ടിട്ട് ശരിക്കും അങ്ങനെ തോന്നിയോ? അതേ, ശരിക്കും തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും മാറാനെ പോലെ തന്നെയുണ്ട്. കുഴപ്പമില്ല, നല്ലല്ലേ? എനിക്കും ഉണ്ടായിരുന്നു ഇതേപോലെ ഒരു മാലാക. നീയാള് കൊള്ളാലോ പീറ്ററെ. അത് വിട്, നീ പറയാനുള്ള എന്താ വെച്ചാ പറ. എനിക്ക് പ്രാക്ടീസിന് പോകാൻ സമയമായടാ. അല്ലെങ്കിൽ അവസാനം നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. അല്ല, നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണണേ. പിന്നെ മാലാഖയ്ക്ക് എങ്ങനെ എൻ്റെ പേരറിയാം? ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു പീറ്ററെ? നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ ഒരു പീറ്റർ ആണെന്ന്. അല്ല, നിന്റെ ഈ കാട്ടായങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടതല്ലേ. മാലാഖേ, എനിക്ക് എൻ്റെതായ കുറേ പ്രശ്നങ്ങളുണ്ട്. അതെനിക്ക് തുറന്നു പറയാൻ ആരുമില്ല. അങ്ങനെ ഒന്നും ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. നിനക്കേ ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിന്നെ കേൾക്കാനിപ്പം ഞാനുണ്ട്. നീ എന്നോട് പറ. ഐ, മാലാഖ എന്തോ ഏർപ്പാടത്തിൻ്റെ പരിപാടി ഉണ്ട്, അച്ഛൻ വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്തേപ്പം അതൊന്നുമില്ലേ? ഇപ്പൊ സമയം എത്രയായി? സമയം 11:30 ഉയർപ്പ് നടത്തിന് ഇനിയും കുറച്ച് സമയമുണ്ട്. ഒരു കാര്യം ചെയ്യ്, നിനക്ക് പറയാനുള്ളതെല്ലാം എന്നോടങ്ങ് പറ പീറ്ററെ. അത് വേണോ മാലാഖ? നീ പറ. എവിടെയായിരുന്നു? 2 ദിവസമായിട്ടൊരു വിവരമില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നില്ല. എന്തോ ഒരു മൂഡ് ഓഫാണോ? ഏയ് ഒന്നുമില്ലടാ. എനിക്കൊരു നിന്നെ എനിക്കറിയാത്തല്ലോ. കുറച്ച് നാളെ ഞാൻ ശ്രദ്ധിക്കണം. എന്തോ എന്താ സീൻ? എന്തോ പ്രശ്നമുണ്ടല്ലോ? എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും? അല്ല, കുറച്ച് നാളായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടറെ കാണിച്ചില്ലേ? ഏയ് അതൊന്നുമില്ലടാ. ആൻസി, നീ കാര്യം പറ, എന്താ പ്രശ്നം? എടാ, അത് നീ എന്തിനെ ടെൻഷനാണ്? നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാൻ. ആൻസി, നീ കാര്യം പറ. നീ പ്രാക്ടിക്കലായി ചിന്തിക്കേ. എന്റെ അവസ്ഥ കൂടെ മനസ്സിലാക്ക്. എനിക്ക് മനസ്സിലായില്ല. പീറ്റർ, നീ എന്നെ തല്ലരുത്. ഞാൻ പറയുന്നത് നീ മൊത്തത്തിൽ കേൾക്കണം. ഞാനെന്തിനാ നിന്ന് തല്ലണേ? എടാ, എനിക്ക് നിന്നിപ്പം പഴയതുപോലെ കാണാൻ പറ്റുന്നില്ലടാ. അതെനിക്കറിയാലോ. അതാണ് ഞാൻ നിന്നൊന്ന് കാണണമെന്ന് പറഞ്ഞത്. ഞാൻ പറയുമ്പോൾ നിനക്ക് ഒന്നും തോന്നരുത്. നിനക്കെല്ലാം മനസ്സിലായെന്നാണ് ഞാൻ വിചാരിച്ചേ. എടോ, എനിക്കെല്ലാം മനസ്സിലാവും. തനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
അതിൻ്റെതായ ടെൻഷൻ ഉണ്ടാവില്ലേ? അതെനിക്ക് മനസ്സിലാവുമല്ലോ. ഞാനും ഫ്രണ്ടിയും തമ്മിൽ ഇപ്പോൾ 6 മാസമായി റിലേഷൻഷിപ്പിലാണ്. എനിക്ക് നിന്നോട് ഇത് എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ലായിരുന്നു. അതാ ഞാൻ എടാ, തെറ്റെൻ്റെ ഭാഗത്താ. നീ എന്നെ വേണം തല്ലിക്കോ. ഞാൻ വേണമെന്ന് വിചാരിച്ച് ചെയ്തല്ലടാ. നീ ഇതിൻ്റെ പേരിൽ നീ എന്നെയൊന്നും ചെയ്യാൻ നിൽക്കരുത്. ഞാൻ പറ്റിപ്പോയടാ. പീറ്ററെ, കുറെ അനുഭവിച്ചല്ലോടാ നീ. എന്നെ സമ്മതിക്കണം കേട്ടോ. എനിക്ക് മനസ്സിലാവും. ഹൈ, അതെങ്ങനെ മനസ്സിലാവണം മാലാഖയ്ക്ക്? മാലാഖ പ്രേമിച്ചണ്ട? ചിരിക്കണ. പ്രേമിച്ചിട്ടൊന്നുമില്ല, സ്നേഹിച്ചിട്ടുണ്ട്. ആ, മാലാഖകൾ കൊള്ളാല. നമ്മുടെ പാർട്ടിയാണല്ലേ. എത്ര നാളെ തുടങ്ങിയിട്ട്? എൻ്റെ സ്നേഹത്തിന് അങ്ങനെ അവസാനമൊന്നും ഇല്ലടാ. അസ്ഥിക്ക് പിടിച്ച കേസാണല്ലേ? സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഉണ്ടോ ഇതേപോലെ ഇരിക്കും. ചേടാ, അതങ്ങനെ അല്ലടാ പീറ്ററെ. പിന്നെ ഇവനിപ്പോ എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാക്കുക? എടാ, നിനക്കിപ്പോ ഒരു പൂ ഇഷ്ടപ്പെട്ടാ നീ എന്താ ചെയ്യാ? ഞാൻ വേറെ എന്ത് ചെയ്യാൻ? അത് വീട്ടിലേക്ക് പൊട്ടിച്ചുകൊണ്ടുപോകും. അപ്പൊ ഒരു പൂ ഇഷ്ടപ്പെട്ടാ നീ അതിനെ പറിച്ചെടുക്കും, ഉറപ്പല്ലേ? ആ, ഉറപ്പായിട്ടും ഷുവറും. പക്ഷേ നിനക്കതിനോട് ഇഷ്ടത്തിന് പകരം സ്നേഹമായിരുന്നെങ്കിലോ? എടാ പീറ്ററെ, നീ ആ പൂവിനെ പറിക്കില്ലടാ. പകരം നീ അതിനെ പരിപാലിക്കും. ഈ പരിപാലിക്കുന്നൊക്കെ പറഞ്ഞാ നീ അതിന് വെള്ളവും വളമൊക്കെ കൊടുത്ത് നീ എന്നെ പൊന്നു പോലെ നോക്കും. നീ ചില അമ്മച്ചിമാരെ കണ്ടിട്ടില്ലേ, ഈ കുഞ്ഞു പൂന്തോട്ടമൊക്കെയുള്ള? അവർ നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ആ പൂന്തോട്ടത്തിൽ നിന്ന് ഒരു കുഞ്ഞു പൂ നമ്മുടെ ഇഷ്ടം കൊണ്ടൊന്ന് പറിച്ചാൽ മതി, എന്തൊക്കെ പ്രശ്നമായിരിക്കും. ചെറുതായിട്ടതൊന്ന് വാടിയാൽ മതിയടാ, അവർക്കത് സഹിക്കൂല. അതാണ് ഈ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം. പീറ്ററെ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ ഒരുപാട് ഇഷ്ടം കൊണ്ട് പറിച്ചെടുത്ത ആ പൂവില്ലേ, അതെത്ര കാലം നിൻ്റെ കൂടെ കാണും? ചിലപ്പോൾ ആദ്യമൊക്കെ നീ അതിന് ഭംഗി പോവാതെയൊക്കെ നോക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നീ എത്ര ശ്രമിച്ചാലും അതങ്ങ് ഉണങ്ങിപ്പോവും. ശരിയല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ആ ഉണങ്ങിയ പൂ നിനക്കൊരു ഭാരമായിട്ട് തോന്നും. അവക്ക് നിന്നെ തോന്നിയ പോലെ. പക്ഷെ ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ സ്നേഹത്തോടെ പരിപാലിച്ച ചെടിയില്ലേ, അതിന് നമ്മൾ എന്നും വെള്ളവും വളമൊക്കെ കൊടുക്കുമ്പോൾ അതിങ്ങനെ പയ്യെ വളരാൻ തുടങ്ങും. കുറേ പൂക്കളുണ്ടാവും. എന്തിന്? പുതിയ ചെടി ഉണ്ടാവാനുള്ള വിത്ത് വരെ അതിലുണ്ടാവും. വേറൊന്നും അല്ലടാ പീറ്ററെ, നമ്മൾ ഈ ഒരുപാട് സ്നേഹിക്കുന്ന എല്ലാത്തിനും നല്ല വളർച്ച ഉണ്ടാവും. അതിപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിനാണല്ലോ അങ്ങനെ തന്നെ. അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, നിന്റെ ഉള്ളിലെ സ്നേഹം പോലെ. എടാ, അവൾ നിന്നോട് അത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ ഉള്ളിൽ അവളോട് തരിയെങ്കിലും ദേഷ്യം തോന്നുന്നുണ്ടോ? നിന്റെ ഭാഗം കറക്റ്റാടാ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നീ ഇനി നിന്റെ കാര്യം നോക്ക്. പിന്നെ
എന്തായാലും നിന്റെ കാര്യങ്ങളൊക്കെ നീ ഇതേ അവനോടൊന്ന് പറഞ്ഞു വെച്ചേക്ക്. പീറ്ററെ, നീ തേടുന്നതെന്തോ അത് നിന്നെയും തേടുന്നുണ്ട്. പിന്നെ എന്നെ സ്നേഹത്തെപ്പറ്റി പഠിപ്പിച്ച ആളുണ്ടല്ലോ, ഞാൻ സ്നേഹിച്ച ആളുണ്ടല്ലോ, ആളിന്ന് വരും. അയ്യോ എടാ, ഉയർപ്പ് നടന്നു തുടങ്ങാൻ സമയമായി. ഞാൻ എന്നാ പോവാട്ടോ. എടേ അല്ല പറയട്ടെ. ഇല്ല, ഞാനിപ്പോ പോവാ. എൻ്റെ ആത്മനാഥൻ എൻ്റേതാണ്, ഞാൻ അവൻ്റേത്. അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ ലില്ലുകൾക്കിടയിൽ മേയ്ക്കുന്നു. വെയിലാറി നീളുകൾ നീളും മുൻപേ എൻ്റെ പ്രിയനെ നീ വരിക. ഓ എത്തിയ എടാ പീറ്ററേ, നീ എവിടെ ആയിരുന്നത്? ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണ്ടേ? ഓ ഞാൻ ഉണ്ടായിരുന്നു, ഞാൻ എവിടെ ഉണ്ടായിരുന്നു? എടാ നിന്റെ പ്രായം കഴിഞ്ഞാണ് ഞാനും ഒക്കെ വന്നത്. അല്ല നിന്നിന്ന് പള്ളി കണ്ടില്ല. എടാ ഇന്ന് കടമുള്ള ദിവസമല്ലേ? അല്ല ഞാൻ ഉണ്ടായിരുന്നു ജോസേട്ടന്റെ ബാക്കില്, പ്ലാമൂട്ടിലെ. ജോസേട്ടന്റെ ബാക്കില? ഏത് ജോസ്? തെക്കേലെ. എടാ ജോസ് ഇന്ന് പള്ളിയിൽ വന്നിട്ടില്ല. ഇത് കേച്ചേരി ജോസേട്ടനായിരുന്നു നമ്മുടെ. ഒന്ന് ചുമ്മാതിരിയടാ, വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഓ ആ നിക്ക് നിക്ക് നിക്ക്, നിന്നിന്ന് ആ പൂട്ടി കിടക്കുന്ന സ്റ്റേഷൻ പള്ളിയുടെ മുമ്പിൽ കണ്ടെന്ന് ആൾക്കാർ പറഞ്ഞല്ല. ഏത്? എടാ നമ്മുടെ പൂട്ടി കിടക്കുന്ന സ്റ്റേഷൻ പള്ളിയില്ലേ, അതിന്റെ മുമ്പിൽ നിന്ന് നീ പിച്ചിയും പേയും പറയണമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. അപ്പനൊന്ന് പോയപ്പാ, ഞാൻ നമ്മുടെ പള്ളിയിലല്ലേ, പിന്നെ എങ്ങനെയാ സ്റ്റേഷൻ പള്ളിയിൽ ഞാൻ വന്നത്? എടാ ഇത് ആളുകൾ പറഞ്ഞതാടാ, അതിന്റെ മുമ്പിൽ നിന്ന് പിച്ചും പേയും പറയണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പള്ളിയിലായിരുന്നില്ലേ, അപ്പം വല്ല ഉറക്കത്തിലല്ലേ പിച്ചും പേയും പറയുന്നു, ആര് കണ്ടു? അപ്പനൊന്ന് പോയപ്പാ. ഇപ്പൊ ഞാൻ പിച്ചിയും പേയും പറയണമെന്നായി. ഈ പിള്ളേരുടെ ഓരോ കാര്യങ്ങളെ എന്താവോ. ഇവിടെയാണ്